ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നല്ല അടിപൊളി ഒരു കാന്താരി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ സവാള വഴറ്റി ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുറഞ്ഞ മസാലയിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതിലേക്കൊരു ചതവ് റെഡിയാക്കാം. അതിനായി കുറച്ച് വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കുന്നത് ബീഫ് കൊണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചുവന്നുള്ളി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ സവാളയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ചുവന്നുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്ത് വരാം. ഇനി നമുക്ക് 1 കിലോ ബീഫ് ഇവിടെ കേക്ക് വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് ബീഫ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണമാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ. ഞാൻ നല്ല വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തിട്ടില്ല. ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി കൂടുതലൊന്നും എടുക്കേണ്ട, കാരണം നമ്മൾ ആവശ്യത്തിന് കാന്താരി മുളക് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് തക്കാളിയൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുളിക്ക് പകരം നമ്മൾ തൈരും നാരങ്ങ നീരൊക്കെയാണ് ചേർക്കുന്നത്. വേറെ തക്കാളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ 2 നാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ പുളി നല്ല പോലെ പുളിയില്ല തൈര് തന്നെ ഒഴിച്ചാൽ ശ്രദ്ധിക്കുക. 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെമ്പിലേക്ക് 200 സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ നമ്മൾ സവാള വറുത്ത് കോരിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തൊക്കെയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കോരി മാറ്റിയ ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 4 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ചെമ്പോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെയാണ് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ 2 പ്രാവശ്യമാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ബീഫ് കുക്കറിൽ കുക്കായും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ സവാള കുറച്ച് മാത്രം നമുക്ക് ചോറ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം. ബാക്കിയുള്ളതൊക്കെ ബീഫിൽ ചേർക്കാനുള്ളതാണ്. ഇതല്ലാതെ വേറെ സവാളയൊന്നും നമ്മൾ അതിലേക്ക് ചേർക്കുന്നില്ല. അരി വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ നല്ലപോലെ ഉപ്പുണ്ടെങ്കിലുള്ളൂ ചോറ്റിൽ ഉപ്പ് പാകത്തിനാവും കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അരി ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ ചോറൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബസ്മതി വൈറ്റ് റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ ജീരകശാല അല്ലെങ്കിൽ സാധാരണ ചെറും ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ അരിയൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. അരി ഇട്ട ശേഷം ഒന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സമയം കൊണ്ടൊക്കെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്.
അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ കുറവുണ്ടോ ഒക്കെ നോക്കി വേണമെങ്കിൽ കുരുമുളകും പൊടി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു ദമ്മിടുന്ന ചെമ്പിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ എടുത്ത ചെമ്പന് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് RKG ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഇത് ചേർത്താൽ പിന്നെ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നടി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പുളിക്ക് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 3 ടീസ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളി കൈക്കൊണ്ടൊന്ന് പൊടിച്ച ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ചോറ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച ആ കുക്കറൊന്ന് ചുഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊട്ടും വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ റൈസ് വെന്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ച അരിയിൽ നിന്നും പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഒന്നിട നിരപ്പാക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ വിതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ 2 ലെയറും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ അതേപോലെ നെയ്യൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ഗ്യാസ് സ്റ്റൗവിലാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് തീ കത്തിച്ച് വെക്കാം. പറ്റ ചെറിയ തീയിൽ വേണം കത്തിച്ച് വെക്കാം. എന്നിട്ട് ഒരു 3/4 to 1 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അപ്പം നമ്മളിത് സെപ്പറേറ്റ് ആക്കുന്നില്ല കേട്ടോ. ബീഫും റൈസൊക്കെ ഒന്നിച്ച് കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത്. കാരണം മസാല കുറവാക്കിയാണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കിയാലാണ് നമ്മുടെ റൈസിന് നല്ല രുചി കിട്ടുക. അപ്പോൾ ഇതുപോലെ മസാല കുറവായി തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കൊണ്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിത് ചിക്കൻ കൊണ്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചിക്കന് കുറച്ച് ടൈമൊന്ന് പിന്നെ മസാലയൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. വളരെ ടേസ്റ്റിയായ നമ്മുടെ കാന്താരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.